RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ലോകകപ്പ് ലാറ്റിൻ അമേരിക്കൻ ക്വാളിഫയറിലെ ബ്രസീൽ വിസസ് ഇക്വഡോർ മത്സരത്തെ കുറിച്ചാണ്. ഈ മത്സരത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രസീൽ ഫാൻസ് ഒന്നടങ്കം കാത്തിരുന്ന ഒരു മത്സരമാണ്. കാർലോ അഞ്ചലോട്ടിയുടെ ബ്രസീലിന്റെ കോച്ചായിട്ടുള്ള ആദ്യ മത്സരമായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വാനോളം പ്രതീക്ഷയോടെയാണ് എല്ലാവരും ബ്രസീൽ ഫാൻസും ഫുട്ബോൾ ഫാൻസൊക്കെ ഈ കളിയെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ തികച്ചും നിറം മങ്ങിയ ഒരു പ്രകടനമാണ് ബ്രസീലിന്റെ ഭാഗത്തുണ്ടായത്. 0-0 എന്ന സ്കോറിന്. അപ്പോൾ ഈ കളി കഴിഞ്ഞു 0-0 0-0 അവസാനിച്ചത്. അപ്പോൾ അഞ്ചലോട്ടിയുടെ ഫസ്റ്റ് മാച്ചായിരുന്നു. ചുരുങ്ങിയത് ഒരു 2 ഗോളിനൊക്കെ ജയിക്കുന്ന പ്രതീക്ഷ ബ്രസീൽ ഫാൻസുകാർക്ക്. ഭയങ്കര നിരാശ ഉള്ളൊരു കളിയാണ് ബ്രസീലിന്റെ ഭാഗത്തുണ്ടായത്. എന്തൊക്കെ കാരണങ്ങൾ, ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്കറിയാവുന്ന കുറച്ച് കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. അഞ്ചലോട്ടി ബ്രസീലിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ആൾക്ക് ഈ ടീമിനോട് ഒന്ന് അഡോപ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും തീർച്ചയായിട്ടും. പിന്നെ ബ്രസീലിന്റെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ മിഡ്ഫീൽഡ് തന്നെയാണ്. കാസിമിറോനൊക്കെ കൊണ്ടുവന്ന് ശരിയാണ്, പക്ഷെ കാസിമിറോന്റെ കൂടെയുള്ള ആൾക്കാർ കാസിമിറൊക്കെ ഒത്ത് അവർക്കൊരു സപ്പോർട്ടായിട്ട് വരണം. ഇന്നലെ ഫോർവേഡ്സിലൊക്കെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ എന്ന് പറഞ്ഞാൽ ഒരു ബോൾ പോലും നേരെ ബ്രസീലിന് അറ്റാക്കിങ്ങിലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയും. അതേപോലെ റിച്ചാർഡ്സണൊക്കെ സ്ട്രൈക്കറായിട്ട് സത്യം പറഞ്ഞാൽ ബ്രസീലിന് 1-2 നല്ല സ്ട്രൈക്കർമാരെ കണ്ടെത്തിയേ പറ്റും. അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അടുത്ത വേൾഡ് കപ്പിന് ഇനി മാസങ്ങളേ ഉള്ളൂ. അപ്പോഴേക്കും പുതിയ സ്ട്രൈക്കർ ഇല്ലെങ്കിൽ റിച്ചാർഡ്സനൊക്കെ കുറെ ചാൻസുകൾ കിട്ടിയിട്ട് അതിനെ ബോളിൽ കാലിൽ കൊള്ളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ആ ഒരു ഘട്ടത്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് ബ്രസീൽ. അപ്പൊ അഞ്ചലോട്ടിക്കിന് സമയം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡിയായി വരുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പോൾ കളി കഴിഞ്ഞ ശേഷം അഞ്ചലോട്ടി പറഞ്ഞു, ഞാനിത് മുട്ടുന്യായങ്ങൾ പറയല്ല, പക്ഷെ ഗ്രൗണ്ട് ഭയങ്കര മോശമായിരുന്നു. അത് പൊതുവെ ലാറ്റിൻ അമേരിക്കയിലുള്ള അത്യാവശ്യം ഒരു 50% ഗ്രൗണ്ടുകളുടെയൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഗ്രൗണ്ടിൽ തന്നെയാണ് എതിർ ടീമും കളിക്കുന്നത്. അപ്പോൾ അവിടെ അത് പറഞ്ഞിട്ട് ന്യായം ഒരു ഇതൊന്നല്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതേപോലെ അഞ്ചലോട്ടി പറഞ്ഞ വേറൊരു കാര്യമാണ്, ഞങ്ങളത് മെയിൻ പ്ലെയറിനെയാണ് മിസ് ചെയ്തിരിക്കുന്നത്. അത് പറഞ്ഞാൽ നെയ്മർ ജൂനിയർ അല്ലാത്ത ഇപ്പോൾ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, ബാഴ്സലോണയിൽ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന റഫീനിയ യെല്ലോ കാർഡ് സസ്പെൻഷൻ കാരണം ആൾക്ക് ഇന്നലത്തെ മത്സരം കളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരു ടീമിൽ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാലുള്ള ഇമ്പാക്ട് ഉണ്ടാകും. പക്ഷെ ബ്രസീലിന്റെ പ്രശ്നം അതൊന്നല്ല. ബ്രസീലില് ഫോർവേഡ്സിലേക്ക് ബോൾ എത്തിക്കാൻ കഴിയുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. പക്ഷെ മിഡ്ഫീൽഡ് വർക്ക് ചെയ്യുന്നില്ല. മിഡ് വർക്കൗട്ട് ആവാത്തിടത്തോളം കാലം ഒരു ടീമിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. മുന്നിൽ എത്ര വലിയ സ്ട്രൈക്കർമാരും എത്ര വലിയ ഫോർവേഡ് ഒക്കെ കൊണ്ടുവന്നാലും അവർക്ക് ബോൾ എത്തിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ തീർന്നില്ലേ. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് നോക്കുമ്പോൾ നിറം മങ്ങിയ ഒരു കളിയാണ്. സെക്കൻഡ് ഹാഫിൽ 2 ടീമും ഇക്വഡോർ ഒരു സൈഡിൽ നിന്ന് ബോൾ കൊണ്ടുപോകുന്നുണ്ട്, അവിടെ കൊണ്ടിട്ട് അവസാനിക്കുന്നുണ്ട്. ബ്രസീലിലെ ഡിഫൻസിൽ തട്ടി നിൽക്കുന്നുണ്ട്, അതേപോലെ ഈ ഭാഗത്ത് കൊണ്ടുവരുന്നുണ്ട്, ഇക്വഡോറിന്റെ ഡിഫൻസിൽ തട്ടി നിൽക്കുന്നുണ്ട്. ഇക്വഡോർ ഈ വേൾഡ് കപ്പ് യോഗ്യത മത്സരത്തിൽ ഇതുവരെ തോറ്റിട്ടില്ല. അവരുടെ ഹോം ഗ്രൗണ്ടിൽ ഇതുവരെ തോറ്റിട്ടില്ല. ആ ഒരു ഇതിലാണ് അവർ ഇന്നലെയും കളിച്ചത്. അതേപോലെ തന്നെ അവർ വളരെ കുറച്ച് ഗോളുകൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ. ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയത് അവരാന്ന് തോന്നുന്നുണ്ട് ഈ സീസണിൽ. അതിനുശേഷം അപ്പൊ അങ്ങനെ ഒരു ടീമായിട്ട് കളിക്കുമ്പോൾ എന്തായാലും ഇപ്പോൾ വേൾഡ് കപ്പ് യോഗ്യതയിൽ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അർജന്റീന തൊട്ട് താഴെ നിൽക്കുന്നത്. പോയിന്റ് വ്യത്യാസത്തിൽ വലിയ വ്യത്യാസങ്ങളില്ലെങ്കിലും പക്ഷെ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത് അവർ. അപ്പൊ അവർക്ക് ഹോം ഗ്രൗണ്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് അവർ മുതലെടുത്തു. സെക്കൻഡ് ഹാഫ് ഒക്കെ എനിക്ക് കണ്ടപ്പോൾ ശരിക്കും ആരൊക്കെ എത്ര വലിയ പരിക്ക് പറ്റുന്ന, അത്രയും ഡേഞ്ചറസ് കളി, അമ്മാതിരി ഫിസിക്കൽ 2 ടീമും. ആ കളി അത് എനിക്ക് ശരിക്കും ആരൊക്കെ പരിക്ക് പറ്റുന്നൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. അമ്മാതിരി കളിയാണ്. എന്നാലും ഇക്വഡോറിന് ഒരു ഗോൾ അടിക്കണം, അതേപോലെ ഇവർക്ക് ഒരു ഗോൾ അടിക്കണം. അടിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ എവിടെ നടത്തിയില്ല, ഒന്നും നടന്നില്ല. അപ്പൊ ഇനി നെയ്മർ ജൂനിയറും അതേപോലെ റഫീനിയൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിലെന്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. റഫീനിയ ചിലപ്പോൾ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി കളിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ബ്രസീലിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതായത് അഞ്ചലോട്ടിയെ കളിയാക്കൊന്നും വേണ്ട, ആള് റയൽ മഡ്രിഡിലും അതേപോലെ ഒരുപാട് ക്ലബ്ബുകളിൽ കളിച്ച് പയറ്റി ഒരുപാട് ട്രോഫികൾ എടുത്ത മനുഷ്യനാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രസീലിന്റെ അഡോപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ആളൊരു കളിയും അത് കുറച്ച് ദിവസം മുമ്പാണ് ഒരു ടീമിനെ കിട്ടുന്നത്. അതും ക്ലബ്ബുകളിൽ കളിക്കുന്നതല്ല. ക്ലബ്ബുകളിൽ ഇപ്പോൾ നമ്മൾ ഒരു സീസൺ കളിക്കണമെങ്കിൽ അതിലൊരു ഏറെക്കൂടെ ഒരു 90% ആ ഒരു കോച്ച് ആ ക്ലബ്ബിലെ ടീം മെമ്പേഴ്സിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ രാജ്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വർഷത്തിൽ കിട്ടുന്ന ചിലപ്പോൾ ഒരു 10 കളിയോ അല്ലെങ്കിൽ 8 കളിയൊക്കെ ആയിരിക്കും. അപ്പൊ ആ കളികളിൽ ഒരു 1 വീക്ക് ഒക്കെയാണ് മുമ്പാണ്, ചിലപ്പോൾ ഒരു 3-4 ഡേയ്സ് മുൻപൊക്കെയാണ് ടീമുകൾ ഇവിടെ എത്തുക. അപ്പൊ ആ ഒരു ടൈമിങ് ഇവർക്ക് കിട്ടുള്ളൂ, പ്ലേയേഴ്സ് ആയിട്ടൊരു മിംഗ്ലിങ്ങും അവരായിട്ടുള്ളൊരു കെമിസ്ട്രി വർക്കൗട്ടൊക്കെ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എന്തായാലും കാത്തിരുന്ന് കാണാം. പക്ഷെ സമയം നമ്മുടെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. അത് ബ്രസീലിലേക്ക് നന്നായിട്ട് അറിയാം, അഞ്ചലോട്ടിക്ക് നന്നായിട്ട് അറിയാം.
എൻ്റെ ഒരു തീരുമാനത്തിൽ ബ്രസീലിൻ്റെ മിഡ്ഫീൽഡ് പുതിയ പിള്ളേരിനെ കൊണ്ടുവന്നിട്ട് നല്ല കുട്ടീനിയോ അതേപോലെ കാസിമിറോയോ അങ്ങനത്തെ പോലുള്ള ഇനിയും നന്നായി കളിക്കാവുന്ന മിഡ്ഫീൽഡിൽ പിള്ളേർ കൊണ്ടുവരും. ഈ ഇപ്പം മിഡ്ഫീൽഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ അത്യാവശ്യം ക്ലബ്ബുകളിൽ നല്ല കളിക്കുന്നതാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കാലം ബ്രസീൽ ക്ലബ്ബുകളിൽ കളിക്കാത്ത പ്ലേയേഴ്സ് വരെ ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായ അണിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു എനർജി വരുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത ഒരു 10 വർഷമായിട്ടൊന്നും ആ എനർജി കാണുന്നില്ല. സത്യമല്ലേ? ബ്രസീലിന്റെ ടീമിൽ ആ ജേഴ്സി ഇട്ടിട്ട് ക്ലബ്ബിലൊക്കെ നല്ല ഫോമിൽ കളിക്കുന്ന വിനി ആയിക്കോട്ടെ, റഫീനി ആയിക്കോട്ടെ, റോഡ്രി ആയിക്കോട്ടെ, ഇവരൊക്കെ ക്ലബ്ബിൽ നല്ല കളിക്കുന്ന, ക്ലബ്ബിൽ മിന്നും ഫോമിൽ കഴിഞ്ഞ വർഷത്തെ വാലന്റിയർ വരെ എത്തിയതാണ്. അതുപോലെ ഈ പ്രാവശ്യത്തെ വാലന്റിയർ ഏകദേശം ആയിട്ട് നിൽക്കുന്ന റഫീനിയ. പക്ഷേ ക്ലബ്ബിൽ നിന്ന് ടീമിലേക്ക് വരുന്ന സമയത്ത്, നാഷണൽ ടീമിലേക്ക് വരുന്ന സമയത്ത് അവരുടെ കളി ഭയങ്കര ഇതാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, മിഡില്ല. ബ്രസീലിന് ഒരു പ്ലേ മേക്കിംഗ് റോൾ ചെയ്യാനുള്ള ആൾക്കാർ കുറവാണ്. കാസിമിറോ ഇന്നലെ വന്ന് ഒരു പരിധിവരെയൊക്കെ ആൾ ട്രൈ ചെയ്തു. പക്ഷേ കാസിമിറോന്റെ രണ്ടറ്റത്തുള്ള ആൾക്കാർ സപ്പോർട്ട് കാസിമിറോയ്ക്ക് ആ ഒരു ഡെപ്തിൽ കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇന്നലത്തെ കളി 0-0 പിരിയേണ്ട കാര്യം. പറയാൻ പറ്റുന്ന എഫേർട്ടുകളോ അതേപോലെ ഗോൾ ചാൻസുകളൊന്നും വലുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ചാൻസിനൊക്കെ ഫസ്റ്റ് ഹാഫിൽ ചെറിയ ചാൻസ് കിട്ടിയത് അത് അടിക്കുമ്പോൾ കാലിൽ കൂടെ കൊള്ളാതെയാണ് ബോൾ പോയിട്ടുണ്ടായിരുന്നത്. അത്രയും സ്ട്രൈക്കറിന്റെ ഒരു കുറവുണ്ട്. ഒരു നമ്പർ 9 സ്ട്രൈക്കറിന്റെയും അഭാവം ബ്രസീലിന് തീർത്തുണ്ട്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ അടുത്ത കളിയിൽ തിരിച്ചു വരുന്നൊക്കെ അഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ വരുമായിരിക്കാം. റഫീനെ തിരിച്ചു വരുന്നുണ്ട്. പിന്നെ അടുത്ത യോഗ്യത മത്സരങ്ങൾക്ക് വരുമ്പോഴേക്കും നെയ്മറും ഏകദേശം ടീമിലെത്തുമെന്ന് വിചാരിക്കുന്നു, പരിക്കളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ടീം ഒന്ന് സെറ്റ് ആവുന്ന. പക്ഷേ എന്നാലും മിഡ്ഫീൽഡ് ഇല്ലാതെ ഒരു പണിയും നടക്കില്ല. നെയ്മർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പൊ അഞ്ചലോട്ടിക്ക് എന്താണ് ഇനി അടുത്ത പ്ലാനിങ് എന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അടുത്ത യോഗ്യത മത്സരത്തിൽ കണ്ടറിയാം. കാരണം അടുത്ത യോഗ്യത മത്സരം അത്ര ടൈറ്റ് ആവുമെന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ ബ്രസീൽ എന്നാലും ഈ ഒരു പോയിന്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് സംതൃപ്തിപ്പെടാം. ബ്രസീലിന്റെ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ അറ്റാക്കിങ്ങിൽ ഉണ്ടായിരുന്നത് എസ്റ്റാവോയും സ്ട്രൈക്കറായിട്ട് റിച്ചാർലിസനും അതേപോലെ വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു. ഇവർ 3 പേര് ഇത്രയായിരുന്നു ഇന്നലെ ബ്രസീലിന്റെ അറ്റാക്കിങ്ങിൽ ഉണ്ടായിരുന്നത്. ഇവർ അത്യാവശ്യം വിനീഷ്യസ് ഒക്കെ നല്ല പ്രയത്നിച്ചിട്ടുണ്ട്. പക്ഷേ വിനീഷ്യസിലേക്ക് ബോൾ എത്തുന്ന കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതേപോലെ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ കാസിമിറോ, ഗേഴ്സൺ ഉണ്ടായിരുന്നു, അതേപോലെ റിച്ചാർഡ്സൺ ഉണ്ടായിരുന്നു. നമുക്ക് ഡിഫൻഡിലേക്ക് വരികയാണെങ്കിൽ ഡിഫൻഡിൽ അലക്സ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മാർക്കിനസ് ഉണ്ടായിരുന്നു അവരുടെ ക്യാപ്റ്റനായിട്ട് തന്നെ. പിന്നെ അതേപോലെ വിങ്ങുകളിൽ കളിച്ചത് സാൻഡ്രോ, അതേപോലെ വെൻഡേഴ്സണും കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോൾ കീപ്പറായിട്ട് അലിസൺ ബെക്കർ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗോൾ കീപ്പറിന് എന്ന് പറയാൻ അത്ര വലിയ ഒരു 78-ാം മിനിറ്റ് തോന്നുന്ന ഒരു ലോങ് ഷൂട്ട് ഇക്വഡോറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അത് അതിഗംഭീരമായിട്ട് സേവ് ചെയ്തു. പക്ഷെ അടിപൊളി ഷോട്ടായിരുന്നു. പെനാൽറ്റി ബോക്സിന്റെ എത്രയോ പുറകിൽ നിന്നായിരുന്നു ആ ഷോട്ട് എടുത്തത്. അല്ലാതെ വലിയ മെനക്കെടേണ്ട ആവശ്യങ്ങളൊന്നും എഡിസനും വന്നിട്ടില്ല, അതേപോലെ ഇക്വഡോറിന്റെ ഗോൾ കീപ്പറിനും വന്നിട്ടില്ല. അത്രയ്ക്കുള്ള ഇതാണ് ഇവർ എഫർട്ട് എടുത്തുള്ളത്. ഇവരുടെ സ്റ്റാറ്റസിലേക്ക് നമുക്ക് അവിടെ നോക്കിയാലോ. നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് വരാം. സ്റ്റാറ്റസിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബ്രസീലിന്റെ കളി എത്രത്തോളം നില ഉണ്ടായിരുന്നു. 3 ഷോട്ടുകളാണ് ഈ 90 മിനിറ്റിൽ ബ്രസീൽ എടുത്ത. അതിൽ 2 ഷോട്ടുമാണ് ഓൺ ടാർജറ്റിലേക്ക് പോയത്. അതേപോലെ ഇക്വഡോർ ആണെങ്കിൽ 7 ഷോട്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 ഓൺ ടാർജറ്റിലേക്ക് ആയിരുന്നു. ബോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 53% ഇക്വഡോർ, 47% മാത്രമാണ് ബ്രസീൽ. ഇതൊന്നും ബ്രസീലിന്റെ ഒരിക്കലും മാച്ച് ആവാത്തൊരു ടാലിയാണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. പാസിംഗ് അക്യുറസി 80% ഇക്വഡോർ ഉണ്ടായിരുന്നപ്പോൾ 83% ബ്രസീലിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. ഫൗൾസ് കമ്മിറ്റ് ചെയ്ത് 14 എണ്ണം ഇക്വഡോർ കമ്മിറ്റ് ചെയ്തപ്പോൾ 9 എണ്ണമാണ് ബ്രസീൽ കമ്മിറ്റ് ചെയ്തത്. നമുക്ക് ഓഫ് സൈഡ് ആകുമ്പോൾ 2ഉം 0 ആണ് വന്നിട്ടുള്ളത്. കോർണേഴ്സ് കിട്ടിയത് ഇക്വഡോറിന് 4ഉം ബ്രസീലിന് 3ആണ്. അപ്പോൾ ഈ സ്റ്റാറ്റസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ബ്രസീലിന്റെ നിലവാരം ഇന്നത്തെ കളിയുടെ. അപ്പോൾ ആഞ്ചലോട്ടി കുറെ കാര്യങ്ങളൊക്കെ എക്സ്ക്യൂസസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അടുത്തൊരു കളി കൂടി ആഞ്ചലോട്ടിക്ക് ഒരു അവസരം കൊടുത്ത് നോക്കാം എന്താവും. അതേപോലെ ഇന്നലെ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു ബ്രസീലിനെ കാണാൻ കഴിഞ്ഞു. അതിൽ മാർട്ടിനെല്ലി അങ്ങനെ കുറച്ച് പേര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം ആ സബ്സ്റ്റിറ്റ്യൂട്ട് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ, ഫസ്റ്റിൽ തന്നെ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എനിക്ക് തീരുമാനം ഉണ്ടായിരുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്.